സ്പാരോ എന്ന ഗ്രീക്ക് ഷോർട്ട് ഫിലിമിനെ കുറിച്ച് PMA ഗഫൂറിന്റെ ഒരു വിവരണമുണ്ട്. വൃദ്ധനായ ഒരു അച്ഛനും യുവാവായ ഒരു മകനും മുറ്റത്ത് ഒരുമിച്ചിരിക്കുന്ന അവരുടെ അരികിലേക്ക് ഒരു കിളി പറന്നു വരികയാണ്. പൂക്കൾക്കും മരങ്ങൾക്കിടയിലും ചെന്ന് ശബ്ദമുണ്ടാക്കുന്ന ആ കിളിയുടെ ഒച്ച മാത്രമേ വൃദ്ധനായ അച്ഛന് കേൾക്കാൻ സാധിക്കുന്നു. അതെന്താണെന്ന് മകനോട് ചോദിച്ചു. അതൊരു കിളിയാണെന്ന് മകൻ മറുപടിയും പറഞ്ഞു. കിളിയുടെ ശബ്ദം പിന്നെയും കേട്ടപ്പോൾ അച്ഛൻ ചോദ്യം ആവർത്തിച്ചു. 1-2 തവണത്തെ മറുപടിക്ക് ശേഷം ദേഷ്യം വന്ന മകൻ എത്ര വട്ടമാണ് ഒരേ കാര്യം തന്നെ ചോദിക്കുന്നതെന്ന് ചോദിച്ച് അച്ഛൻ്റെ നേരെ ശബ്ദമുയർത്തി. അച്ഛനൊന്നും മിണ്ടാതെ മെല്ലെ എഴുന്നേറ്റ് വീടിനകത്തേക്ക് കയറി. പിന്നെ ഒരു പുസ്തകവുമായി അദ്ദേഹം തിരിച്ചു വരികയാണ്. ആ പുസ്തകത്തിൽ ഒരു പേജ് എടുത്ത് മകൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. വയലറ്റ് മഷികളാൽ അച്ഛൻ പണ്ടെഴുതിയ ഡയറി കുറിപ്പുകൾ മകൻ വായിച്ചു. ഞാനും എൻ്റെ മോനും പതിവ് പോലെ ഇന്നും നടക്കാനിറങ്ങി. അവൻ്റെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ എനിക്കിഷ്ടമാണ്. ഒരു പൂമ്പാറ്റയെ കണ്ടപ്പോൾ അതെന്താണെന്ന് അവൻ എന്നോട് ചോദിച്ചു. ഒരേ കാര്യം തന്നെ പലവട്ടം അവൻ ആവർത്തിക്കും. 21 വട്ടമാണ് പൂമ്പാറ്റ എന്താണെന്ന് അവൻ എന്നോട് ചോദിച്ചത്. ഓരോ വട്ടവും ഞാൻ അവന് മറുപടി കൊടുത്തു. അപ്പോഴൊക്കെ എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടിയേ ഉള്ളൂ. കാരണം അവൻ എൻ്റെ കുഞ്ഞു മോനല്ലേ. ഈ കുറിപ്പ് വായിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മകൻ ചെയ്തത്. തിരക്കുകളുണ്ടാവും, പുതിയ സൗഹൃദങ്ങളും മനുഷ്യരും ഉണ്ടാവും. അതിനിടയ്ക്ക് മറന്നു പോകരുതാത്ത ചില മുഖങ്ങൾ കൂടിയുണ്ട്.